بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن عائشة رضي الله عنها قالت: كان رسول الله صلى الله عليه وسلم يجتهد في العشر الأواخر من رمضان ما لا يجتهد في غيره. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റമദാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ മറ്റ് സന്ദർഭങ്ങളില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധ്വാനം ചെയ്യുമായിരുന്നു. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ ഏതൊരു കർമ്മങ്ങൾക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടിയും അതിലധികമൊക്കെ പ്രതിഫലം നൽകപ്പെടുന്ന അമൂല്യമായ സന്ദർഭങ്ങളാണ്, അവസരങ്ങളാണ്. ഇബാദത്തുകളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ദിനരാത്രങ്ങളാണ് ഈ അവസാന 10 ദിനങ്ങൾ. ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി പള്ളിയിൽ പോയി നിർവഹിക്കുക, നമസ്കാരം നടക്കുന്നതിന് മുമ്പായി തന്നെ നേരത്തെ പള്ളിയിൽ ഹാജരാകുക, ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളിലൊന്നും വിട്ടുപോകാതെ നിർവഹിക്കുക, കഴിയുന്നത്ര സമയം പള്ളിയിൽ തന്നെ ചിലവഴിക്കുക, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി പള്ളിയിൽ പ്രവേശിക്കുകയും കഴിയുന്നത്ര സമയം ഖുർആൻ പഠനപാരായണങ്ങളിലും ദിക്റുകളിലും സ്വലാത്തുകളിലൊക്കെ ആയിട്ട് മുഴുകുകയാണ് വേണ്ടത്. കഴിയുന്നവർ അവസാനത്തെ 10 ദിവസങ്ങളിൽ പള്ളിയിൽ ഇഅ്തികാഫ് അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും 10 ദിവസങ്ങൾ ഇഅ്തികാഫ് അനുഷ്ഠിക്കുമായിരുന്നു. നബി വഫാത്തായ വർഷത്തിൽ 20 ദിവസം ഇഅ്തികാഫ് അനുഷ്ഠിച്ചതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ഐച്ഛികമായ അഥവാ ഒരാൾ സ്വമേധയാ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അവൻ്റെ ഇഷ്ടപാചനമായി മാറുകയും ചെയ്യുന്നു. ഒരു ഖുദ്സിയായ ഹദീസിൽ, അതായത് അള്ളാഹു നബിക്ക് വഹയിലൂടെ നൽകിയ ഒരു ഹദീസിൽ പറയുകയാണ്: وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه وما يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده الذي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه وإن استعاذني لأعيذنه. അള്ളാഹു പറയുകയാണ്, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ എൻ്റെ അടിമയെ എന്നിലേക്ക് അടുപ്പിക്കുന്നു. എന്നാൽ അവൻ സ്വമേധയാ ചെയ്യുന്ന, അതായത് സുന്നത്തായ കർമ്മങ്ങളിലൂടെ അവൻ എന്നിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യും. ഞാനവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അവൻ കേൾക്കുന്ന കാത് എൻ്റേതായിരിക്കും, അവൻ കാണുന്ന കണ്ണ് എൻ്റേതായിരിക്കും, അവൻ പിടിക്കുന്ന കൈ എൻ്റേതായിരിക്കും, അവൻ നടക്കുന്ന കാലും എൻ്റേതായിരിക്കും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും, അവൻ എന്നിൽ അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകുകയും ചെയ്യും. വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണത്. ഫർദ്, അതായത് നിർബന്ധമാക്കപ്പെട്ട ആരാധനാകർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ കൂടുതലായി അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന ബഹുമതിയും ശ്രേഷ്ഠതയുമാണ് ഈ ഹദീസിൽ വിവരിക്കുന്നത്. സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ കൂടുതൽ നന്നായി നിർവഹിക്കുക വഴി അള്ളാഹു അവനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. തന്മൂലം അവൻ്റെ കണ്ണും കാതും കൈകാലുകളുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം വിനിയോഗിക്കുന്നവനായിട്ട് മാറും. അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിനും അവൻ്റെ ശാരീരിക അവയവങ്ങൾ വിനിയോഗിക്കപ്പെടുകയില്ല എന്നർത്ഥം. അവൻ്റെ ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പ്രീതിക്കും അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ആ ഒരവസ്ഥയിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നു. അള്ളാഹുവോട് അഭയം തേടുമ്പോൾ അള്ളാഹു അവന് അഭയം നൽകുന്നു. ദുനിയാവിലും ആഖിറത്തിലും അവനെ സംരക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും പിടിച്ചു പറ്റാൻ ഏറ്റവും അനുയോജ്യമായ
ദിനരാത്രങ്ങളാണ് ഈ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. ഈ ദിനങ്ങളിൽ കഴിയുന്നത്ര ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും വ്യാപൃതരായി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി മാറുവാൻ യത്നിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.